ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ്റെ സബ് ടോപ്പിക്കായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതൊരു കണ്ടിന്യൂവേഷൻ ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേയുള്ള ടോപ്പിക്ക് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോയും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. Constant Elasticity of Substitution Production Function or CES production function. The CES production function is a widely recognized neoclassical production function generalizing the Cobb-Douglas function by allowing for varying degree of substitutability between capital and labor. It was developed by Arrow, Chenery, Minhas and Solo. മറ്റൊരു മോസ്റ്റ് പോപ്പുലർ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ ഓർ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരോ, ചെനറി, മിൻഹാസോളോ എന്നിവർ ചേർന്നിട്ടാണ്. നോൺ നെഗറ്റീവും കോൺസ്റ്റന്റുമായിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെയാണ് ഇത് അലോ ചെയ്യുന്നത്. കൂടാതെ കോബ് ഡഗ്ലസ് ഫംഗ്ഷൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോം ഓഫ് ഫംഗ്ഷനാണിത്. അടുത്തത് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് y ഈക്വൽ ടു a ഇൻറ്റു ഓൾ ബ്രാക്കറ്റിൽ ഡെൽറ്റ ഇൻറ്റു k റൈസ് ടു മൈനസ് റോ പ്ലസ് 1 മൈനസ് ഡെൽറ്റ ഇൻറ്റു l റൈസ് ടു മൈനസ് റോ ദാറ്റ് ഓൾ റൈസ് ടു മൈനസ് 1 ബൈ റോ വേർ y ഈക്വൽ ടു ഔട്ട്പുട്ടാണ്. ദെൻ k എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻപുട്ടാണ്. l ഈക്വൽ ടു ലേബർ ഇൻപുട്ട്. a എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റിയാണ്. കൂടാതെ ഡെൽറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റലും ലേബറിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്ററാണ്. അത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. 0 ഗ്രേറ്റർ ദാൻ ഡെൽറ്റ, ലെസ് ദാൻ 1. ദെൻ അടുത്തത് റോ ഡിനോട്ട് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററാണ്. അതും ഈ പറയുന്ന പോലെ -1നും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കായിരിക്കും. സിഗ്മ ഡിനോട്ട് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു 1/1 പ്ലസ് റോ. അടുത്തത് CES ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസാണ്. നമ്മളിവിടെ 4 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദെൻ റിട്ടേൺസ് ടു സ്കെയിൽ, ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഇൻട്രാ കണ്ടീഷൻസ്. ഫസ്റ്റ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ CES ഫംഗ്ഷൻ അലോസ് ഫോർ ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂബിലിറ്റി ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ ബേസ്ഡ് ഓൺ ദ പാരാമീറ്റർ റോ. ദ Elasticity of substitution sigma determines how easily one factor can substitute for the other. CES ഫംഗ്ഷനിൽ റോ എന്ന പാരാമീറ്റർ, ദാറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ബിറ്റ്വീനായിട്ട് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അലോ ചെയ്യുന്നു. ഇങ്ങനെ അലോ ചെയ്യുമ്പോൾ സിഗ്മയുടെ അടിസ്ഥാനത്തിൽ, ദാറ്റ് മീൻസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ക്രിയേറ്റ് ആവുന്നു. റോ ഈക്വൽ ടു 0 ആവുമ്പോൾ സിഗ്മ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ CES ഫംഗ്ഷൻ കോബ് ഡഗ്ലസ് ഫംഗ്ഷനെ കാണിക്കുന്നു. റോ എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റിയും സിഗ്മ 0യും ആവുമ്പോൾ CES ഫംഗ്ഷൻ ലിയോൺഡീഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആവുന്നു. റോ എന്ന് പറയുന്നത് -1ഉം സിഗ്മ ഇൻഫിനിറ്റിയും ആവുമ്പോൾ ഈ ഫംഗ്ഷൻ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ദ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സിബിറ്റ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ വെൻ ബോത്ത് ഇൻപുട്ട് ഇൻക്രീസസ് ബൈ ദ സെയിം പ്രൊപ്പോർഷൻ. നമ്മൾ കോബ് ഡഗ്ലസ് ഫംഗ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ CES ഫംഗ്ഷനിലും ക്യാപിറ്റലും ലേബറും കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് രണ്ട് ഇൻപുട്ട്സും സെയിം പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോബ് ഡഗ്ലസ് ഫംഗ്ഷനിൽ പറഞ്ഞതാണ്. അതിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്യുന്നത് f ഓഫ് ലാംഡ k, ലാംഡ l, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് f ഓഫ് k, l. അടുത്ത പോയിന്റ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ഇൻപുട്ട്സ്. ദ ഫസ്റ്റ് പോയിന്റ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ലേബർ ഇൻപുട്ട് കോൺസ്റ്റന്റ് ആകുമ്പോൾ ക്യാപിറ്റൽ ഇൻപുട്ട് കൂടുമ്പോൾ ഔട്ട്പുട്ടിൽ സംഭവിക്കുന്ന മാറ്റം, അതാണ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ MPK ഇതാണ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ക്യാപിറ്റൽ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. y എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഡിറൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ദാറ്റ് മീൻസ് MPK ഈക്വൽ ടു
derivation of y divided by derivation of k, that is equal to delta a into rho into y by k raised to rho plus 1. സോ സെയിം സിറ്റുവേഷൻ തന്നെയാണ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബറിലും വരുന്നത്. മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ലേബർ ഇൻപുട്ട് കൂട്ടുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് ആണ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ MPLലും ഇവിടുത്തെ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഡെറിവേഷൻ ഓഫ് y ഡിവൈഡഡ് ബൈ ഡെറിവേഷൻ ഓഫ് L. y എന്ന ഇക്വേഷനെ L കൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ ഇൻറ്റു a into rho into y by L all raised to rho plus 1. They both are positive. That means k and L greater than 0, which any small increases in capital or labor increases the output but a diminishing rate. ഇവിടെ ലേബറും ക്യാപിറ്റലും പോസിറ്റീവാണ്. സോ ഇതിലുണ്ടാകുന്ന ചെറിയ ഇൻക്രീസ് ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ ഒരു ഡിമിനിഷിങ് റേറ്റിലായിരിക്കും. ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇൻട്രാ കണ്ടീഷൻ. സോ ഇൻട്രാ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആസ് കെ turns to 0 or L turns to 0, the marginal product of the other factor approaches infinity. As k turns to infinity or L turns to infinity, the marginal product of the other factor approaches 0. ഇവിടെ k അല്ലെങ്കിൽ ക്യാപിറ്റൽ 0 ആവുമ്പോൾ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന ഫാക്ടർ 0 ആവുമ്പോൾ മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് അതർ ഫാക്ടർ, ദാറ്റ് മീൻസ് കെ ഓർ എൽ, അതെന്താവുന്നു, ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സോ അതേപോലെ തന്നെ കെ അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലേബർ ടേൺസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ദ ലേബർ എന്ന് പറയുന്നത് അത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അത് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോർമുലയാണ് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ. അതിൻ്റെ ഇക്വേഷൻസ് പിന്നെ അതിൻ്റെ ഒരു 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഏതൊക്കെയാണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, റിട്ടേൺസ് ടു സ്കെയില്, മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഇൻട്രാ കണ്ടീഷൻസ്. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.